ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉച്ചയൂണാണ് കാണിക്കുന്നത്. നമുക്ക് ഉച്ചയൂണിന് കറിക്ക് ആവശ്യത്തിനായിട്ട് ഞാനിവിടെ ചൂര മീനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നാളത്തേക്കുള്ള മീൻ മേടിച്ച് വെക്കാനായിട്ട് അക്ക വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൂച്ചയാണ്, അവരതിന് മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ നല്ല കൊഴിയാള മീനാണ് മേടിച്ചിട്ടുള്ളത്. നല്ല സൂപ്പർ കൊഴിയാളയാണ് കേട്ടോ. നല്ല പച്ച കൊഴിയാള വാങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ചൂര നന്നായി കണ്ടിച്ച് മീൻ കറി വെക്കാനുള്ളതും പൊരിക്കാനുള്ളതും ഒക്കെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിയൽ വെക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു പച്ചമുളകും സവാളയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സവാളയൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഒന്ന് വേവുന്നതിന് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിലോട്ട് 2 കാന്താരിമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വറുത്തെടുക്കാനുള്ള മീൻ ഒരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി തീർന്നെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. നമുക്ക് കുരുമുളകും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിത് സ്റ്റെയിനറിലോട്ട് ഊറ്റിയെടുക്കാം. നമ്മുടെ കായും വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കൈപ്പിടി തേങ്ങയിലോട്ട് ചെറിയ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞയും കൂടി ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. നമ്മുടെ അരപ്പിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ അവിയലിൽ ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഒരുപാടൊന്നും ഉടയണ്ട, എന്നാലും നമുക്കൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നമ്മുടെ കായൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. താളിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ മീൻകറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മുളക് കറിയാണ് വെക്കുന്നത്. ചുവന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്ത് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി ഒന്ന് കളർ മാറി വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാൻ ഇതിലോട്ട് ഒരു തക്കാളിയും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം ഞാൻ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വെച്ച് കൊടുത്തതാണ്. അതും കൂടി പിഴിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ അരപ്പും പുളിവെള്ളവും എല്ലാം കൂടി ഒന്ന് യോജിക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കറി എത്ര വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ഞാൻ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ചേർത്ത് ഞാനൊന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുള്ളതാണ്. നന്നായി തന്നെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂൺ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി മീനൊക്കെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. നമ്മുടെ മീൻകറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിലാക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ മുറ്റത്ത് കോവയ്ക്ക ഉണ്ട് കേട്ടോ. നമുക്ക് കോവയ്ക്ക വിഴുക്ക് വരട്ടാനായിട്ട് കോവയ്ക്കയും കൂടി ഒന്ന് പിച്ചിയെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ നാടൻ കോവയ്ക്ക. ഞാൻ കോവയ്ക്കൊക്കെ പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത്
ഫ്ലെയിം ഓഫാക്കി ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. നമ്മുടെ മീൻ പൊരിച്ചെടുക്കുന്നത് അതിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് കുരുമുളകൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറൊന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം കുരുമുളകൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഞാൻ കുരുമുളക് എടുത്തിട്ടുണ്ട്. നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ജാറിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ മീൻ വറുക്കുമ്പോൾ നല്ല കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറുമാണ് കേട്ടോ. ഞാനിവിടെ അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് മീനിലോട്ട് കുരുമുളകും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് അരപ്പൊക്കെ ഒന്ന് പുരട്ടിയെടുക്കാം. അരപ്പൊക്കെ നന്നായി പുരട്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കാവിയലിലോട്ടൊന്ന് താളിച്ചിടാനായിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഒന്ന് കളർ മാറി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ അവിയലിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറുമാണ് കേട്ടോ ഇങ്ങനെ വറുത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ. നമുക്ക് കറിവേപ്പിലയും മീൻ പൊരിച്ചെടുക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് ഒരു സൈഡ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ടൊന്ന് മീൻ വറുത്തെടുക്കാം. നമ്മുടെ മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു ബൗളിലോട്ട് കോരിയെടുക്കാം. മീൻ വറുത്ത ആ എണ്ണയിൽ തന്നെ നമുക്ക് കോവയ്ക്ക ഞാൻ കട്ട് ചെയ്ത് ഉള്ളിയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ആവിയൊക്കെ കയറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് ഉച്ചയൂണ് കഴിക്കാനായിട്ടുള്ള ചോറ് വിളമ്പിയെടുക്കാം. ചോറൊക്കെ വിളമ്പി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി മണമാണ് കേട്ടോ. അവിയലിൽ നമ്മൾ താളിച്ചൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് അവിയലും കൂടി എടുക്കാം. നമുക്ക് മെഴുക്ക് പുരട്ടിയ കോവയ്ക്കയും കൂടി എടുക്കാം. നല്ല നാടൻ നല്ല ഫ്രഷ് കോവയ്ക്കായിരുന്നു കേട്ടോ. പിടിച്ചിങ്ങനെ വരുന്നതേ ഉള്ളൂ. നമ്മുടെ മുളക് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് കറിയും കൂടി കോരിയെടുക്കാം. ഞാനിവിടെ ഒരു പപ്പടവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഉച്ചയൂണാണ് കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ